വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സ്വീറ്റ് സ്റ്റോൾസ്. അങ്ങനെ ഒരു ലോങ് ഗ്യാപ്പിന് ശേഷമാണ് ഞാനൊരു ലെങ്തി വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്നത്. അതും ക്രിസ്മസ് കണ്ടന്റുമായിട്ടാണ് ഞാൻ വരുന്നത്. ക്രിസ്മസും കഴിഞ്ഞ് ന്യൂ ഇയറും കുടിയിറക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ക്രിസ്മസിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നത്. ഇത് ക്രിസ്മസിൻ്റെ വീഡിയോ ആയിട്ട് ഇടാനായിട്ടൊന്നും അല്ല. ഞങ്ങൾ ഈ ഇടയ്ക്കാണല്ലോ ഞങ്ങൾ ഈ മെൽബണിലോട്ടാണല്ലോ മൂവ് ചെയ്തത്. അപ്പം ഇവിടുത്തെ ഫസ്റ്റ് ക്രിസ്മസ് ആണ് ഞങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ യു എയിലെ ക്രിസ്മസും ഇവിടുത്തെ ക്രിസ്മസും ഇവിടുത്തെ പ്രത്യേകതകളും എന്തൊക്കെ ഡിഫറൻസസ് ആണ് നമുക്ക് തോന്നിയത് അതൊക്കെയാണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതുകൊണ്ട് ക്രിസ്മസ് വീഡിയോ ആണോ എന്നൊന്നും ചോദിച്ചാൽ ആരും എന്നെ പൊങ്കാല നേടുകയൊന്നും ചെയ്യരുത്. അപ്പോൾ ഞങ്ങൾ ക്രിസ്മസ് ആയിട്ട് ഇറങ്ങി തിരിച്ച December 1 നിങ്ങളെല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ടു എവ്രി വൺ. ഈ ഒരു വർഷം നല്ല ഹെൽത്തും പീസും ഹാപ്പിനെസ്സും എല്ലാം നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് സിറ്റി ഫുള്ള് നടന്ന് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദൈവം നടന്ന് വരുമ്പം ഒരു ക്രിസ്മസ് ട്രീ കാണാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഫുള്ളും ബെൽസ് വെച്ചാണ് ഈ ട്രീ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു രീതിക്ക് ക്രിസ്മസ് ട്രീ കാണുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഇരുട്ടി കഴിയുമ്പോഴാണ് അതിനൊരു ഭംഗി നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. കാരണം അതിനകത്ത് ഒരു വാം ലൈറ്റ് ബൾബൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് രാത്രിയായി കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഈ ഒരു ലൈറ്റ് കാണുമ്പോൾ നല്ല രസമായിരിക്കും. എനിക്കിവിടെ വന്നിട്ട് ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ ഇവിടുത്തെ ക്രിസ്മസ് സെലിബ്രേഷനും യു എയും തമ്മിലുള്ളൊരു ഡിഫറൻസ് തോന്നി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ക്രിസ്മസ് ഒക്കെ ആണല്ലോ വളരെ സിമ്പിൾ ആൻഡ് കമ്മ്യൂണിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ക്രിസ്മസ് ആണ് ഇവിടെ. അങ്ങനെ ഞങ്ങൾ നടന്നു പോകുമ്പം അവിടെ ഒരു ചെറിയൊരു സ്പേസിലാണല്ലോ കുറച്ച് ഫ്ലവർ ഷോ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഇവിടെ സമ്മർ ആയതുകൊണ്ട് തന്നെ ഫ്ലവേഴ്സൊക്കെ നല്ല ഫ്രഷ് ആൻഡ് കളർഫുൾ ആയിട്ടായിരിക്കും കാണുന്നതും. ഇതാ കണ്ടില്ലേ, ആ വഴി കൂടെ പോകുന്നതാണ് ഇവിടുത്തെ ട്രാം. ആൻഡ് ഇവിടെ മെൽബണിലാണ് ഏറ്റവും ലാർജസ്റ്റ് ട്രാം നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. വേൾഡിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ട്രാം നെറ്റ്വർക്ക് ഈ മെൽബണിലാണ്. ആൻഡ് ഓൾമോസ്റ്റ് എൻറ്റയർ സിറ്റിയും ഈ ട്രാം കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടുത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെൽബൺ സിറ്റി സെൻട്രൽ ട്രാംസ് ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ടൂറിസ്റ്റിനും സ്റ്റുഡൻസിനും ലോക്കൽസിനും എല്ലാവർക്കും ട്രാം യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സിമ്പിൾ, ഈസി ആൻഡ് എക്കോ ഫ്രണ്ട്ലി ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എനിക്കൊരു ഫസ്റ്റ് ഇംപ്രഷനിൽ തോന്നുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് യു എയിലും മെൽബൺ എന്ന് പറയുന്നത് ഇവിടുത്തെ ക്രിസ്മസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആൻഡ് ഒരു കമ്മ്യൂണിറ്റി ഓറിയൻറ്റഡ് തന്നെയാണ്. ആൻഡ് ഇൻട്രസ്റ്റിംഗ് തിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടുത്തെ ആൾക്കാരാണെങ്കിൽ സ്റ്റിൽ ഡെക്കറേഷൻസും ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ സിമ്പിൾ ആണെങ്കിലും സ്റ്റിൽ അവർ ആസ്വദിക്കുന്നുണ്ട്. ഫാമിലീസ് ആയിക്കോട്ടെ, കപ്പിൾസ് ആയിക്കോട്ടെ, കിഡ്സ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അവരുടെ എല്ലാവരുടെ മുഖത്തൊരു സന്തോഷമുണ്ട്. ഫോട്ടോസ് എടുക്കുകയായിട്ട് സ്ട്രീറ്റ് ഷോസ് എല്ലാം നല്ല രീതിക്ക് അവർ ആസ്വദിക്കുന്നുണ്ട്. ഓണസ്റ്റ്ലി ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഫുൾ ലൈറ്റ്സ്, ഫയർ വർക്ക്സ്, ഡെക്കറേഷൻസ് ഇതെല്ലാമാണ് വരുന്നത്. ഈവൻ നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും ഫുള്ളൊരു വൈബായിരിക്കും. ബട്ട് ഹോണസ്റ്റ്ലി മെൽബണിൽ ക്രിസ്മസ് ഫീൽ ശരിക്കും നമുക്ക് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു ലൈറ്റ് ഡെക്കറേഷൻസും ലൈറ്റ് സ്ട്രീറ്റ് ഷോസും ഇതൊക്കെ തന്നെയായിരുന്നു. ബട്ട് ഇൻ യു എ എല്ലാം മാക്സിമം ഗ്രാൻഡായിട്ടായിരുന്നു എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഫുൾ ലൈറ്റ്സും ഡെക്കറേഷൻസും എല്ലാം തന്നെയാണ്. ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് ഗുഡ്. ആൻഡ് പേയ്മെൻറ്റിന് വേണ്ടിയൊക്കെ വലിയ പൈസ ചിലവാക്കുന്നില്ല എന്ന് തോന്നി. മോസ്റ്റ് ക്രിസ്മസ് തിങ്സും ഇവിടെയാണല്ലോ ഫ്രീ ആണ്. ഡെക്കറേഷൻസ് ആയിക്കോട്ടെ, സ്ട്രീറ്റ് ഷോസ് ആയിക്കോട്ടെ, ലൈറ്റ്സ്, റിവർ ഷോ ഇതെല്ലാം ഫ്രീ ആണ് ഇവിടെ. ഇതാ കണ്ടില്ലേ, ഒരാളാണല്ലോ അവിടെ പബ്ലിക്കായിട്ടാണല്ലോ ലൈവ് മ്യൂസിക് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് അവരുടെ ഷോ നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അവർക്ക് പൈസ കൊടുക്കാവുന്നതുമാണ്. ഇതാണ് സെൻറ്റ് പോൾ കത്തീഡ്രൽ ചർച്ച്. ഈ ഒരു മെൽബൺ സിറ്റിയുടെ ഒരു ഐക്കോണിക് ഹിസ്റ്റോറിക്കൽ ലാൻഡ്മാർക്ക് തന്നെയാണ്. പിന്നെ ഞാനൊരു കാര്യം നോട്ടീസ് ചെയ്തത്, ഇവിടുത്തെ മെൽബണിലെ ആർക്കിടെക്ചർ എന്നൊക്കെ പറയുന്നത് വളരെ സട്ടിൽ ഹെറിറ്റേജ് ഫീൽ, ഒരു ഹിസ്റ്റോറിക് ഫീലൊക്കെ തരുന്ന രീതിക്കാണ് ബിൽഡിങ്സ് ഒക്കെ പണിത്. എന്നാൽ ദുബായ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. മോസ്റ്റ്ലി മോഡേൺ ഷൈനി ഗ്ലാസ് സ്റ്റീൽ സ്ട്രക്ചേഴ്സും ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ഒരു ലുക്ക് തരുന്ന രീതിക്കാണ് അവിടെ എല്ലാ ബിൽഡിങ്സും പണിതിരിക്കുന്നത്. അങ്ങനെ ഇതാ നടന്നു പോകുമ്പം വേറൊരു ട്രീ, അങ്ങനെ അതും കണ്ടിട്ട് ഞങ്ങൾ ഈ യാര റിവർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഇവിടെ 8 മണിക്കാണല്ലോ ഒരു ഫൗണ്ടൻ ഷോ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് കാണാനായിട്ടാണ് ഞങ്ങൾ മെയിനായിട്ട് ഇവിടെ എത്തിയത്. സമയമായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേറൊരു സ്പോട്ടിലോട്ട് പോയി. അവിടെ ചെന്നപ്പം അവിടെ ഒരു മാജിക് ഷോ നടക്കുന്നുണ്ടായിരുന്നു. ഇത് ഈ പുള്ളിയാണല്ലോ ഒരു $20 ക്രൗഡിൽ നിന്ന് ഒരാളുടെ നിന്നാണല്ലോ വാങ്ങിച്ചിട്ട് ഒരു കുട്ടിയോടാണല്ലോ അതിലാണല്ലോ
കുറച്ച് ലെറ്റേഴ്സ് എഴുതാനായിട്ട് പറഞ്ഞു. പെട്ടെന്നാണല്ലോ ആ നോട്ടാണല്ലോ വാനിഷായി പോകുന്നു. എല്ലാവരും ഷോക്കാകുന്നു. ഏറ്റവും അവസാനം ക്രൗഡിനിടയ്ക്കിൽ നിന്ന് ഒരാളുടെ ഒരു ബോക്സ് വാങ്ങിക്കുന്നു. അതിനകത്തൊരു ലെമൺ ഉണ്ട്. ആ ലെമൺ കട്ട് ചെയ്തിട്ട് അതിനകത്തുനിന്ന് ആദ്യം വാങ്ങിച്ച $20 വിത്ത് റൈറ്റിങ്സ് ഉള്ള ആ നോട്ടാണല്ലോ തിരിച്ച് ആ ഒരു ആളുടെയിലോട്ടാണല്ലോ തിരിച്ചേൽപ്പിക്കുന്നതാണ് ഈ ഒരു മജീഷ്യൻ കാണിക്കുന്നത്. Can everybody give Jonas a massive round of applause? Thank you so much, sir. I greatly appreciate it. For the first time, I open up the box. Nick! How you doing, sir? With a big loud yes or no, do you have any idea what is in the box? No! No. He says no. He said no. That's a great joke. Inside of the box is actually a bag. Woo! Inside of this bag. It's been inside of the box. Jonas, you've been holding it the entire time, sir. Would you like to take a guess as to what is inside of the bag? $20 note. The $20 note. That'd be really good, man. It's actually a lemon. One lemon. One incredibly dangerous implement. 6 inches of cold, hard steel. It's got a great personality. A lemon and a $20 note that Alicia wrote their name on. I cut inside of the lemon 360 degrees. One last time. Thank you very much, everybody, for spending some of your time with me tonight, guys. If you can afford to give at the end, I greatly appreciate it. For now, however, I open up the lemon. Watch close. Inside, there is one thing that does not quite belong. One thing and one thing only. However, to make this more impressive, Alicia, can you join me on stage? I need you to check if this has your writing. You give me a high five. Everybody here goes crazy just for you. And we can call it a show. Alicia, is that your writing? അങ്ങനെ ആ മാജിക് ഷോ അവിടെ കഴിഞ്ഞു. അങ്ങനെ ആ ഒരു ഷോ നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കാണല്ലോ അവർക്ക് ടിപ്പ് ഓഫർ ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മളൊരു ചെറിയൊരു എമൗണ്ടാണല്ലോ ടിപ്പായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ മാജിക് ഷോ ഒക്കെ കൊള്ളായിരുന്നു. പുള്ളിയുടെ ആ ഒരു എഫേർട്ടിന് നമ്മൾ ആ ടിപ്പ് കൊടുത്തു പോകും. അതാണ്. അതിനുശേഷം ഞങ്ങൾ നേരെ വിട്ടത് ഈ ആരാ റിവറിൻ്റെ അങ്ങോട്ടാണ്. 8 മണിക്കാണെങ്കിൽ അവിടെ ഒരു ഫൗണ്ടൻ ഷോ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അവിടെ ഒരു ചെറിയ രീതിക്കാണെങ്കിൽ ഒരു ഫയർ വർക്ക്സ് ഒക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ആ ഒരു ഫൗണ്ടൻ ഷോ അങ്ങോട്ട് നടക്കുകയാണ്. അത്യാവശ്യം നല്ല ക്രൗഡും ഉണ്ടായിരുന്നു. പിന്നെ വഴിയിലൊക്കെ ആണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഓരോ സ്ട്രീറ്റ് ഷോസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ ഫൗണ്ടൻ ഷോ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫൗണ്ടൻ ഷോ ആയിരുന്നു. നമുക്കാണെങ്കിൽ ദുബായ് ഫൗണ്ടൻ പോലെ ഒന്നും കമ്പയർ ചെയ്യാനായിട്ടൊന്നും പറ്റത്തില്ല. വളരെ സിമ്പിൾ കാം പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഷോ ആയിരുന്നു. അങ്ങനെ കുറച്ച് സമയം അവിടെ ചിലവഴിച്ചു. അതിനുശേഷം നമ്മളവിടെ ഗുഡ് ബൈ പറഞ്ഞു. സോ ഈ ഒരു ഹോൾ ക്രിസ്മസ് വോക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു കാര്യം ക്ലിയർ ആയിട്ട് റിയലൈസ് ചെയ്തെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരുന്ന ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ഫുൾ ലൈറ്റ്സ്, ഫയർ വർക്ക്സ്, ഹ്യൂജ് ഡെക്കറേഷൻസ്, മ്യൂസിക്സ്, അതെല്ലാം ഇവിടെ നന്നായിട്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ UAE എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ ആയിക്കഴിഞ്ഞാൽ എല്ലാം ഗ്രാൻഡായിട്ടായിരിക്കും അവിടെ എൻ്റർടൈൻമെൻറ്റും സെലിബ്രേഷൻസും ഒക്കെ. ഓണസ്റ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്കൊരു വോ ഫാക്ടറൊന്നും ഫീൽ ചെയ്യത്തില്ല. കാരണം പ്രത്യേകിച്ച് നമ്മൾ ദുബൈയിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കമ്പാരിസൺ വരുമ്പം എക്സ്പെക്ടേഷൻ ലെവൽ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ബട്ട് സ്റ്റിൽ ഇവിടുത്തെ ഒരു ക്രിസ്മസ് എന്ന് പറയുന്നത് വളരെ കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ളൊരു വൈബായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. അങ്ങനെ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. സിറ്റി ലൈറ്റ്സ് ഒക്കെ കണ്ട് ക്രിസ്മസ് വീക്ക് ഈവനിങ് പീസ്ഫുൾ ആയിട്ടൊക്കെയാണല്ലോ അവിടെ എൻഡ് ചെയ്തു. സോ ഓവറോൾ മെൽബൺ ക്രിസ്മസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ, കാം ആൻഡ് സട്ടിൽ ഒരു ക്രിസ്മസ് ആയിരുന്നു. ദുബായ് ക്രിസ്മസ് എന്ന് പറയുന്നത് വളരെ ഗ്രാൻഡ് ആൻഡ് ഫുൾ ഓൺ വൈബ് ഒരു സെലിബ്രേഷനാണ് അവിടെ നടക്കുന്നത്. രണ്ടും ഡിഫറെൻ്റ് ആണ്, രണ്ടേതായിട്ടുള്ളൊരു രീതിയിൽ ബ്യൂട്ടിഫുൾ ആണ്. ഇത് ഞങ്ങളുടെ ഒരു പേഴ്സണൽ പെർസ്പെക്റ്റീവ് മാത്രമാണ്. ഫസ്റ്റ് ക്രിസ്മസ് ആസ് എ ന്യൂ കമർ ഇൻ മെൽബൺ.
മേ ബി കുറച്ച് നാളൊക്കെ ഇവിടെ നിന്ന് കഴിയുമ്പോൾ ഈ ഒരു സട്ടിൽ വൈബൊക്കെ ആണെങ്കിലും നമുക്ക് കൂടുതൽ ആസ്വദിക്കാനായിട്ട് സാധിക്കുമായിരിക്കും. ബട്ട് ഫോർ നൗ ഡിഫറൻസ് ഫീൽ ചെയ്തു, അത് ഷെയർ ചെയ്യണം എന്ന് തോന്നി. അങ്ങനെ ഈ ഒരു ക്രിസ്മസ് വ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യുന്നു. ആൻഡ് ഹോപ്പ് നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കുന്നു. And if you felt this honest comparison, do like, comment and share. And see you in the next video. Great Ocean Road Christmas trip is coming next.